When there's no more hope. Good morning, students. How are you? Fine. കഴിഞ്ഞ എക്സാം എല്ലാവരും നല്ലപോലെ അറ്റൻഡ് ചെയ്തോ? എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുമോ? ഓക്കെ, നമ്മളിന്ന് അടുത്ത ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ APJ അബ്ദുൽ കലാം സാറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പഠിച്ചത് അല്ലേ? അങ്ങനെ കുറച്ച് പാരഗ്രാഫ് വരെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? തന്നെ സാറിൻ്റെ പഴയ കാര്യങ്ങൾ ജനിച്ച സമയം മുതലുള്ളതാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി തുടങ്ങാം. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് നോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കി ശ്രദ്ധിച്ചോണം കേട്ടോ. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ പേജ് നമ്പർ ചാപ്റ്റർ 4 എടുത്തിട്ട് പേജ് നമ്പർ 28 സെക്കൻഡ് പാരഗ്രാഫ് എടുത്ത്. ഓക്കെ, Dr. Kalam's first inspiration towards becoming a scientist came from his father when he was building a boat all by himself. Every day after school, Dr. Kalam would go and watch his father build the boat. Some theories of science become clear by this practical lesson that he got from his father. So this is okay. Dr. Kalam's first inspiration towards becoming a scientist came from his father when he was building a boat all by himself. ഡോക്ടർ കലാമിൻ സാറിൻ്റെ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആദ്യ പ്രചോദനം അദ്ദേഹത്തിന് ഒരു ബോട്ട് നിർമ്മാണത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്. Every day after school, Dr. Kalam would go and watch his father build the boat. താൻ സ്കൂളിൽ എല്ലാ ദിവസവും സ്കൂളിൽ കഴിഞ്ഞ് വരുന്ന സമയത്ത് തൻ്റെ അച്ഛൻ ബോട്ട് ഉണ്ടാക്കുന്നത് കാണാനായിട്ട് അദ്ദേഹത്തിന് ഭയങ്കര കാര്യമായിരുന്നു. Some theories of science become clear by his practical lesson that he got from his father. പിതാവിന് ലഭിച്ച ഈ പ്രായോഗിക പഠനത്തിൽ നിന്നും ശാസ്ത്രത്തിലെ ചില സിദ്ധാന്തങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു. താൻ ഈ ഒരു ആദ്യത്തെ പ്രചോദനം അദ്ദേഹത്തിന് ഒറ്റയ്ക്കൊരു ബോട്ട് നിർമ്മിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. തൻ്റെ പിതാവിൽ നിന്നാണത് ആ കഴിവ് അത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത്. ആ സ്കൂളിൽ പോയി എല്ലാ ദിവസവും സ്കൂളിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹം തൻ്റെ പിതാവ് ബോട്ട് ഉണ്ടാക്കുന്നത് കാണാനായിട്ട് അദ്ദേഹം കാണുവാൻ പോവായിരുന്നു. എന്നിട്ട് ആ പിതാവിന് ലഭിച്ചതാണ് ഈ പഠനത്തിൽ നിന്ന് അതിൻ്റെ ശാസ്ത്രീയ ചില സിദ്ധാന്തങ്ങളാണ് അയാൾക്ക് വ്യക്തമായി. ഡോക്ടർ കലാം ഫസ്റ്റ് ഒന്നുകൂടെ പാരഗ്രാഫ് വായിക്കാം. ഡോക്ടർ കലാംസ് ഫസ്റ്റ് ഇൻസ്പിറേഷൻ towards becoming a scientist came from his father when he was building a boat all by himself. Every day after school, Dr. Kalam would go and watch his father build the boat. Some theories of science become clear by this practical lesson that he got from his father. Slaya paragraph ഡോക്ടർ കലാം സാർ ആദ്യത്തെ ശാസ്ത്രജ്ഞനുള്ള ഒരു പ്രചോദനം അദ്ദേഹം ഒറ്റയ്ക്കൊരു ബോട്ട് നിർമ്മിച്ചു ഇല്ലേ? അദ്ദേഹം പിതാവിൽ നിന്നാണ് ആ ഒരു പ്രചോദനം കിട്ടിയത്. തൻ്റെ എല്ലാ ദിവസവും സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് ആ ബോട്ട് അച്ഛൻ ഉണ്ടാക്കുന്ന ബോട്ട് നിർമ്മിക്കുന്നത് കാണാൻ പോയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പിതാവിൽ നിന്നാണ് ഈ ലഭിച്ചത്. ഒരു ശാസ്ത്രത്തിൻ്റെ ചില സിദ്ധാന്തങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കാൻ വ്യക്തമായി. Second paragraph, okay. His next inspiration came from his teacher Subramaniam, where when Dr. Kalam was 10 years old, his teacher was teaching him how the seagulls flew in the sky. The young Kalam had many questions in his mind about these birds. When he asked his teacher Subramaniam where to his students to the seaside to show them him how these birds flew. Dr. Kalam later said, "This lesson on the flight of birds gave me a purpose in life to fly." His next inspiration came from his teacher Subramaniam Lair. അദ്ദേഹത്തിന്റെ അടുത്തതാരാണ്? ഒരു അധ്യാപകനായ സുബ്രഹ്മണ്യം ലേയർ. അദ്ദേഹത്തിന്റെ അടുത്ത ഇൻസ്പിറേഷൻ ആരാണ്? ഒരു
ഇൻ ദി സ്കൈ. എന്താണ്? കടൽ മക്കൾ ആകാശത്ത് നിന്ന് പറക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന്റെ ടീച്ചർ പഠിപ്പിക്കുകയായിരുന്നു. എന്താണ്? കടൽ കാക്കകളിൽ അവിടെ കടൽ മക്കൾ എന്ന് പറഞ്ഞു. അപ്പൊ സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കടൽ കാക്കകൾ അവരെങ്ങനെ പറക്കുന്നത് എന്നാണ് പഠിപ്പിക്കുകയായിരുന്നു. The young Kalam had many questions in his mind about this verse. എന്താണ്? പെട്ടെന്ന് ആ യുവ മനസ്സിൽ എന്താണ് നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഈ പക്ഷികളെ കുറിച്ചുള്ള കുറച്ച് ആ യുവ മനസ്സിൽ കുറച്ച് ചോദ്യങ്ങൾ വന്നു. When he asked his teacher, Subramaniam Lair took his students to the seaside to show them how these birds flew. എന്താണ്? ഈ പക്ഷികൾ എങ്ങനെ പറക്കുന്നു എന്ന് കാണിക്കാൻ തന്റെ വിദ്യാർത്ഥികളെ കടൽ തീരത്തേക്ക് കൊണ്ടുപോയി. Dr. Kalam's later said, "This listen on the flight of birds give me a purpose in life to fly." എന്താണ്? ഡോക്ടർ കലാം സാർ പിന്നീട് എന്താണ് പറഞ്ഞത്? പക്ഷികളുടെ പറക്കലിനെ കുറിച്ച് ഈ പാഠം എനിക്ക് എന്താണ് ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യം തന്നു. എന്താണ്? പറക്കാനുള്ള ഒരു ലക്ഷ്യം തന്നു. എന്താണ് സെന്റൻസ് ഒരു പാരഗ്രാഫ് എന്താണ് പറയുന്നത് വെച്ചാൽ എന്താണ്? ഒരു അധ്യാപകൻ അടുത്ത ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ സുബ്രഹ്മണ്യം വേറൊരു അധ്യാപകനാണ്. അദ്ദേഹം എന്താണ് കലാം സാറിന് 10 വയസ്സുള്ളപ്പോൾ ഒരു കടൽ പക്ഷി കടൽ തീരത്ത് എന്താണ് കടൽ പക്ഷികളെ ആകാശത്ത് പറക്കുന്ന പക്ഷികളെ കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ എന്താണ് ഈ പക്ഷികളെ എങ്ങനെ പറക്കുന്നു ഈ പക്ഷികളെ കുറിച്ചാണ് അദ്ദേഹത്തിന് ഒരു മനസ്സിൽ യുവ മനസ്സിൽ പെട്ടെന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നപ്പോൾ എന്താണ് സുബ്രഹ്മണ്യ സാറ് കുട്ടികളെ കടൽ തീരത്ത് കൊണ്ടുപോയി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് പക്ഷികളെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പം ഡോക്ടർ കലാം സാർ പിന്നീട് പറഞ്ഞത് പക്ഷികളുടെ പറക്കലിനെ കുറിച്ചുള്ള ഈ പാഠം അധ്യാപകൻ പറഞ്ഞു കൊടുത്ത ആ പാഠം അദ്ദേഹത്തിന് എന്താണ് ഡോക്ടർ കലാം സാറിന് തന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമായിരുന്നു. എന്താണ്? പറക്കണം. അതാണ് ഫ്ലൈ. ഡോക്ടർ കലാം later said, "This listen on the flight of birds give me a purpose in life to fly." എന്താണ്? അതൊരു ലേറ്റേഴ്സ് എന്താണ് പിന്നീടാണ് പറഞ്ഞത്. എന്താണ്? പക്ഷികളുടെ പറക്കലിനെ കുറിച്ചാണ് ഈ പാഠം എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യം തന്നത്. എന്താണ് പറക്കണം എന്നുള്ളത് പറക്കാനുള്ള ഒരു ലക്ഷ്യം സാറിന് കൊടുത്തത്. മനസ്സിലായോ? ആ 2 സെന്റൻസ് പാരഗ്രാഫ് മനസ്സിലായോ? നോട്ട് ടീച്ചർ വായിച്ചു തരാം. Dr. Kalam's first inspiration towards becoming a scientist came from his father when he was building a boat all by himself. Every day after school, Dr. Kalam would go and watch his father build the boat. Some theories of science become clear by this practical lesson that he got from his father. സെന്റൻസ് മനസ്സിലായല്ലോ? ഇതാണ് തന്റെ ഫസ്റ്റ് ഇൻസ്പിറേഷൻ. ഡോക്ടർ കലാം സാർ ആരാണ്? ഒരു ആസ്ട്രേലിയയിലെ ഒറ്റയ്ക്ക് താനൊരു ബോട്ട് ഉണ്ടാക്കാൻ നിർമ്മിച്ചു ഇല്ലേ? തന്റെ പിതാവിൽ നിന്നാണ്. എന്താണ്? എല്ലാ ദിവസവും അദ്ദേഹം സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്റെ അച്ഛൻ ബോട്ട് ഉണ്ടാക്കുന്നത് കാണുവാനായിട്ട് പോകുമായിരുന്നു. എന്നിട്ട് എന്താണ് തിയറീസ് ഓഫ് സയൻസ് ശാസ്ത്രീയ പഠനത്തിൽ നിന്നാണ് എന്താണ് സാറിന് അതിൽ ലഭിച്ചത് അല്ലേ? ഫ്രം ഹിസ് മദർ തന്റെ പിതാവിൽ നിന്നാണ് അതൊരു ശാസ്ത്രീയമായിട്ട് അദ്ദേഹത്തിന് സിദ്ധാന്തങ്ങൾ ലക്ഷ്യമാക്കാൻ സാധിച്ചത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ഹിസ് നെക്സ്റ്റ് ഇൻസ്പിറേഷൻ കെയിം ഫ്രം ഹിസ് ടീച്ചർ Subramaniam Lair. When Dr. Kalam was 10 years old, his teacher was teaching him how to see birds flew in the sky. The young Kalam had many questions in his mind about these birds when he asked his teacher Subramaniam Lair to his students to the seaside to show them how these birds flew. Dr. Kalam later said, "This lesson on the flight of birds give me a purpose in life to fly." എന്താണ് ആ പാരഗ്രാഫ് പറഞ്ഞത്? അടുത്ത നെക്സ്റ്റ് ഒരു ഇൻസ്പിറേഷൻ ആദ്യം തന്റെ അച്ഛനിൽ നിന്നാണ്. നെക്സ്റ്റ് എന്താണ്? ഒരു അധ്യാപകരാണ് സുബ്രഹ്മണ്യം ലേർ. എന്താണ്? താൻ 10 വയസ്സാണ് സാറിന് ഡോക്ടർ കലാം സാറിന് 10 വയസ്സുള്ളപ്പോൾ എന്താണ് ടീച്ചർ എന്താണ് കളിൽ പക്ഷി എന്നൊരു പറക്കുന്ന കടൽമക്കളെ കുറിച്ചുള്ള എന്താണ് പഠിപ്പിക്കുകയായിരുന്നു. ആകാശത്ത് പറക്കുന്ന കടൽമക്കളെ കുറിച്ചുള്ളത് പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ കലാം സാറിന്റെ യുവ മനസ്സിൽ
പെട്ടെന്ന് കുറേ പക്ഷികൾ ഈ പറക്കുന്നതിനെ കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ അധ്യാപകൻ ഈ സുബ്രഹ്മണ്യനെ അധ്യാപകൻ എന്ന് ചോദിച്ചപ്പോൾ ഈ പക്ഷികൾ എങ്ങനെ പറക്കുന്നതിനെ കുറിച്ചുള്ള കാണിക്കാനും തൻ്റെ വിദ്യാർത്ഥികളിലെ കടൽ തീരത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് എന്താണ് കലാം സാർ എന്താണ് പിന്നീട് പറയുന്നത് എന്താണ്, ഈ ഒരു പാഠഭാഗത്തിൽ ആ പറഞ്ഞത് സാറ് സുബ്രഹ്മണ്യൻ സാർ പറഞ്ഞു കൊടുത്ത് കുറച്ച് ആ പാഠം തനിക്ക് തൻ്റെ ജീവിതത്തിലേക്ക് ഒരു ലക്ഷ്യം വന്നു. എന്താണ്, പറക്കണം എന്ന ലക്ഷ്യത്തിലാണ് പിന്നെ ഡോക്ടർ കലാം സാർ അത് ആ പാഠത്തിൽ നിന്നാണ് മനസ്സിലായത്. നമുക്കൊരു ലക്ഷ്യങ്ങളില്ലേ, നമുക്കും ഉണ്ട് ലക്ഷ്യങ്ങളില്ലേ, നമുക്ക് പറക്കണമെന്ന് ആഗ്രഹങ്ങളുള്ളവരാ അല്ലേ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഓരോ ലക്ഷ്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്താണ് ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് പഠിച്ച് നമുക്ക് ചിലവർക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ചിലവർക്ക് സയൻറ്റിസ്റ്റ് ആവണം, ചിലവർക്ക് എന്താണ് ടീച്ചർ ആവണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടർ കലാം സാറിന് എന്താണ് ആ അധ്യാപകൻ പറഞ്ഞു കൊടുത്ത ആകാശത്തിലൂടെ പറക്കണം, എന്താണ് ആകാശത്തിലൂടെ പറക്കാനുള്ള ആ ഒരു കുറേ അധ്യാപകൻ പറഞ്ഞു കൊടുത്തതിൽ നിന്നാണ് ആ സാറിന് എന്താണ് ഡോക്ടർ കലാം സാറിന് പിന്നീട് എന്താണ് ലക്ഷ്യം, ആ ജീവിതത്തിൽ തൻ്റെ ലക്ഷ്യം മനസ്സിലായത് എന്താണ്, എനിക്ക് പറക്കണം എന്നാണ് ആ ലക്ഷ്യം വന്നത്. എന്താ പഠിക്കണം, എൻ്റെ ജീവിതത്തിലും ആ ലക്ഷ്യം വന്നു, എന്താണ് എനിക്ക് പറക്കണം അല്ലേ. അപ്പം നമ്മളും അതിനു വേണ്ടി പ്രയത്നിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ലക്ഷ്യങ്ങളുണ്ട്. ടീച്ചർ നിങ്ങൾക്ക് ആ ഒരു അധ്യാപകനാവണം, അപ്പം നമ്മളിപ്പോഴേ ആ ഒരു ലക്ഷ്യം വേണം. എനിക്ക് പഠിച്ച് നല്ലൊരു അധ്യാപകനാണ്, അല്ലെങ്കിൽ അധ്യാപികയാവണം, അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണം അല്ലേ, അല്ലെങ്കിൽ എന്താണ് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട് അല്ലേ. അപ്പം എല്ലാത്തിനും എന്താണ് അതിൻ്റെതായ കാര്യങ്ങളിൽ നിൽക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി നമുക്കൊരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. എന്നാലും നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കും. നമ്മളെന്താ വെച്ചാൽ ഒരു ലക്ഷ്യം കിട്ടാതെ നമ്മൾ ശ്രമിച്ചാലേ നമുക്ക് ആ ലക്ഷ്യം. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു ലക്ഷ്യം വേണം. മനസ്സിലായോ. അപ്പോൾ ആ കലാം സാറിന് ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് സാർ ഇപ്പോൾ നമ്മൾ എന്താണ് നല്ലൊരു വ്യക്തിത്വം ഇല്ലേ, നമുക്ക് മറക്കാൻ പറ്റുന്ന വ്യക്തിത്വമല്ലേ സാറിനെ കുറിച്ചുള്ളത്. അപ്പം എല്ലാവർക്കും അതുപോലെ ഒരു പറക്കാനുള്ള ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം ഇല്ലേ. മനസ്സിലായോ? രണ്ട് പാരഗ്രാഫ് മനസ്സിലായോ? രണ്ട് പാരഗ്രാഫ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ്. After completing his school education, he moved to Trichinopalli in 1954 to graduate in physics from St. Joseph College. Then he went on to study aerospace engineering in Madras in 1955. At that point in time, he wanted to become a fighter pilot, but this dream remained unachieved. When he applied to become a pilot, there were only 9 seats and he was the 10th one. Though later as the president of the country, he became the head of the armed forces, air force and the navy. Then our sentence paragraph പറയുന്നതാണ്. After completing his school education, and the school വിദ്യാഭ്യാസത്തിന്റെ പൂർത്തിയായ ശേഷം he moved to Trichinopalli in 1954 to graduate in physics from St. Joseph College. എന്താണ് 1954 അദ്ദേഹം തൃശ്ശൂർ പള്ളിയിലേക്ക് മാറി. എന്താണ് സെന്റ് ജോസഫ് കോളേജിൽ എന്താണ് ഭൗതിക ശാസ്ത്രത്തിന് ബിരുദം നേടുകയും ചെയ്തു. ഗ്രാജുവേറ്റ് ഇൻ ഫിസിക്സ് ഫ്രം സെന്റ് ജോസഫ് കോളേജ്. 1954 തൃശ്ശൂർ പള്ളിയിലേക്ക് മാറിയിട്ട് എന്താണ് തന്നെ സെന്റ് ജോസഫ് കോളേജിൽ തൻ്റെ ഭൗതിക ശാസ്ത്രത്തിന് ബിരുദം നേടുകയും ചെയ്തു. തുടർന്ന് എന്താണ് he went on to study aerospace engineering in Madras in 1955. 1955 അദ്ദേഹം മദ്രാസ് എയർസ്പേസ് എഞ്ചിനീയറിംഗിനെ പഠിച്ചു. At that point in time, he wanted to become a fighter pilot, but this dream remained unachieved. എന്താണ് ആ സമയത്ത് ഒരു ഫൈറ്റർ പൈലറ്റ് ആകാൻ ആഗ്രഹിച്ച സമയത്തായിരുന്നു. ആഗ്രഹിച്ചെങ്കിലും എന്താണ് ഫൈറ്റർ പൈലറ്റ്, ബട്ട് ദിസ് ഡ്രീം റിമൈൻഡ് അൺഅച്ചീവ്ഡ്. എന്താണ് ആ സ്വപ്നം പക്ഷെ സാധിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? When he applied to become a pilot, there was only 9 seats and he was the 10th one. എന്താണ് പൈലറ്റ് ആവാൻ അപേക്ഷിച്ചപ്പോൾ തന്നെ എന്താണ് 9 സീറ്റേ ഉള്ളൂ. അതായത് 9 സെക്ഷൻ അദ്ദേഹം 10ാമത്തെ ഒരാളായി മാറി. he was the 10th one. മാത്രമായി ഉണ്ടായിരുന്നു 9 സീറ്റുകളെ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്തുകൊണ്ട് അദ്ദേഹം 10
ആളായിരുന്നു. പക്ഷെ എന്താ പൈലറ്റ് ആവാൻ ആഗ്രഹിക്കാൻ പറ്റില്ല. ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം at that point in time he wanted to become a fighter pilot, but this dream remained unachieved. ആ സ്വപ്നം സാറിന് സാധിക്കാതെ പോയി. എന്താണ് 9 സീറ്റ് ഉള്ളത്, സാർ എന്താണ് 10ാമത്തെ സീറ്റ് ആയിരുന്നു. അപ്പോൾ 9 സീറ്റ് ഉള്ളത് നമുക്ക് പൈലറ്റിലാക്കാൻ ശ്രമിക്കാൻ പറ്റിയില്ല. Though later was the president of the country, he became the head of the armed force, air force and the navy. പിന്നീട് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നെങ്കിലും എന്താണ് എന്താണ് പിന്നീട് ലേറ്റർ ആയിട്ട് എന്താണ് പ്രസിഡന്റ് നമ്മുടെ കൺട്രിയിലെ പ്രസിഡന്റ് ആയിട്ട് എന്താണ് become the head of the ഏതിന്റെ കീഴിലാണ് എന്താ നാവികസേനയുടെയും നാവികസേനയുടെയും ഒക്കെ എന്താണ് നേവിക്കാരുടെ എന്താണ് തലവനായി ആരാണ് നമ്മുടെ കലാം സാർ ഉള്ളത് അല്ലേ. Was the president of the country, he became the head of the armed force, air force of the and the navy. Paragraph മനസ്സിലായപ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ സ്കൂൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇവിടെ പോയി പള്ളികളിൽ ഇവിടെ 1954 മാറി. എന്നിട്ട് ഗ്രാജുവേറ്റ് ഫിസിക്സ് സെൻറ്റ് ജോസഫിനെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ബിരുദം നേടിയത് ഇവിടെ സെൻറ്റ് ജോസഫിൽ എന്ന് ഭൗതിക ശാസ്ത്രത്തിനുള്ള ബിരുദം നേടിയത് ഏത് കോളേജിലാണ്? സെൻറ്റ് ജോസഫ് കോളേജിൽ ഫിസിക്സിന് മാർക്ക് നേടി. എന്നിട്ട് എന്താണ് സ്റ്റഡി എയർസ്പേസ് ഇൻ മദ്രാസിൽ എന്താണ് എയർസ്പേസ് എഞ്ചിനീയറിംഗ് മദ്രാസിൽ ചേരുകയും ചെയ്തു 1955. ദാറ്റ് പോയിന്റ് ആണ്. അപ്പോഴാണ് പെട്ടെന്ന് എന്താണ് അദ്ദേഹത്തിന് പൈലറ്റ് ആകാൻ ആഗ്രഹിച്ചെങ്കിലും അത് സാധിക്കാതെ പോയി. എന്തുകൊണ്ടാണ് പൈലറ്റ് ആവണേ 9 സീറ്റുള്ള അബ്ദുൽ കലാം സാർ എന്ന 10ാമത്തെ നമ്പറായി മാറി. അപ്പോൾ 9 സീറ്റ് ഉണ്ടായതുകൊണ്ട് സാറിന് കിട്ടാതെ പോയി. പ്രസിഡന്റ് പക്ഷെ എന്തായാലും അവസാനം എന്താണ് പിന്നീട് രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റ് ആയെങ്കിലും സായുധ സേനയായിട്ടും ആർമി ഫോഴ്സസ് എയർഫോഴ്സ് ആൻഡ് നേവി സേനയുടെ തലവനായിട്ട് സാറ് മാറുകയും ചെയ്തു. ആ പാരഗ്രാഫ് മനസ്സിലായപ്പം 3 പാരഗ്രാഫ് മനസ്സിലായോ? 3 പാരഗ്രാഫ് ഒന്നുകൂടെ വായിച്ചു തരാം. കൃത്യമായിട്ട് ടെക്സ്റ്റ് നല്ലതുപോലെ എല്ലാവരും വായിക്കണം കേട്ടോ. Dr. Kalam's first inspiring towards becoming a scientist came from his father when he was building a boat all by himself. Every day after school, Dr. Kalam would go and watch his father build the boat. Some theories of science become clear by this practicalism that he got from his father. Next paragraph. His next inspiration came from his teacher, Subramaniam Iyer, when Dr. Kalam was 10 years old. His teacher was teaching him how the stars view in the sky. The young Kalam had many questions in his mind about these birds when he asked his teacher, Subramaniam Iyer, to his students to be seaside to show them how these birds flew. Dr. Kalam later said, "This lesson on the flight of birds gave me a purpose in life to fly." Next paragraph. After completing his school education, he moved to Thrissur in 1954 to graduate in physics from St. Joseph College. Then he went on to study aerospace engineering in Madras in 1955. At that point in time, he wanted to become a fighter pilot, but this dream remained unachieved. When he applied to become a pilot, there were only 9 seats and he was the 10th one. So later as the president of the country, he became the head of the armed force, air force and the navy. At the next paragraph. His association with missiles and rockets started when he joined the Defense Research and Development Organization (DRDO) in 1916. After graduating from the Madras Institute of Technology, he started his career by designing a helicopter for the Indian Army. His association with missiles and rockets started when he joined the Defense Research and Development Organization in 1960. Then DRDO. Then DRDO Defense Research and Development
organization. DRDO, Defense Research and Development Organization. In 1960, after graduating from the Madras Institute of Technology in the ബിരുദം നേടിയ ശേഷം 1960 ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലാണ് ചേർന്നതോടെയാണ് മിസൈലുകളും റോക്കറ്റുകളും അദ്ദേഹത്തിന് ബന്ധം ആരംഭിച്ചത്. He started his career by designing a helicopter for the Indian Army. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഒരു ഹെലികോപ്റ്റർ രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ കരിയർ ആരംഭിക്കുന്നത്. His association with missiles and rockets started when he joined the Defense Research and Development Organization in 1916 after graduating from the Madras Institute of Technology. Madras Institute of Technology ബിരുദം നേടിയ ശേഷം 1960 ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ ചേർന്നതോടെയാണ് മിസൈലും റോക്കറ്റുകളും ബന്ധം ആരംഭിക്കുന്നത്. മിസൈലുകളുമായും റോക്കറ്റുകളുമായുള്ള ബന്ധം കലാം സാറിന് ആരംഭിക്കുന്നത്. He started his career by designing a helicopter for the Indian Army. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഒരു ഹെലികോപ്റ്റർ രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് തന്റെ കരിയർ ആരംഭിക്കുന്നത്. മനസ്സിലായോ? DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണം. അതിന്റെ അടിയിൽ നിന്ന് വരയിട്ട് വെച്ചേക്കണം. കാരണം അത് ഫുൾ ഫോം അല്ലേ. DRDO എന്താണ് ചോദിച്ചാൽ പറയാനായിട്ടുള്ള ഒരു അണ്ടർലൈൻ ചെയ്ത് ടെക്സ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം. അല്ലെങ്കിൽ നോട്ടിലോ സൈഡിലോട്ട് എഴുതി വെച്ചാൽ മതി. എന്താണ് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, DRDO. ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കണം. നമുക്ക് മറന്നു പോകാതിരിക്കും കേട്ടോ. ആ പാരഗ്രാഫ് മനസ്സിലായോ? His association with missiles and rockets started when he joined the Defense Research and Development Organization in 1916 after graduating from the Madras Institute of Technology. Madras Institute of Technology നിന്ന് ബിരുദം നേടിയ ശേഷം 1960 ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ സാർ ചേർന്നതോടെയാണ് മിസൈലിനെയും കുറിച്ചും റോക്കറ്റിനെയും അദ്ദേഹത്തിന് ബന്ധം ആരംഭിച്ചത്. He started his career by designing a helicopter for the Indian Army. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഒരു ഹെലികോപ്റ്റർ രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് തന്റെ കരിയർ ആരംഭിക്കുന്നത്. അത്ര മനസ്സിലായോ? നെക്സ്റ്റ് പാരഗ്രാഫ്. He then joined the Indian National Committee for Space Research, INCOSPAR. As a rocket engineer, it is here that he got a chance to work under the tutelage of the great space scientist Dr. Vikram Subramanian. He then joined the Indian National Committee for Space Research, INCOSPAR, as a rocket engineer. Indian National Committee for Space Research as a rocket engineer ചേർന്നു. ജോയിൻ ചെയ്തതാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആസ് എ റോക്കറ്റ് എഞ്ചിനീയറിംഗിൽ ചേർന്നു. It is here that he got a chance for work under the tutelage of the great space scientist. നാടകത്തിലാണ് മഹാനായ ബഹിരാകാശ ശാസ്ത്രജ്ഞനായ ഡോക്ടർ വിക്രം സാരാഭായ്. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കുകയും ഇവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അദ്ദേഹത്തിന് കീഴിൽ ചേരാനുള്ള ഒരു അവസ്ഥ ലഭിക്കുകയും ചെയ്തു. He then joined the Indian National Committee for Space Research as a rocket engineer. It is here that he got a chance to work under the tutelage of the great space scientist Dr. Vikram Sarabhai. മനസ്സിലായ സെന്റൻസ്
അത്രയും പാരഗ്രാഫ് ഈ ഇത്രയും പറഞ്ഞത് മനസ്സിലായ അതൊരു ടീച്ചർ നമ്മൾ വായിച്ചു തരാം. First inspiration towards becoming a scientist came from his father and he was building a boat all by himself. Every day after school, Dr. Kalam would go and watch his father build the boat. Some theories of science became clear by this practicalism that he got from his father. മനസ്സിലായോ? ഇതാണ് തൻ്റെ ഫസ്റ്റ് ഇൻസ്പിറേഷൻ തൻ്റെ അച്ഛനിൽ നിന്നാണ്. തനിക്ക് ഒറ്റയ്ക്ക് ഒരു ബോട്ട് നിർമ്മിക്കാൻ സാധിച്ചു. എന്താണ് അതിൽ നിന്നൊക്കെ തൻ്റെ അച്ഛനിൽ നിന്നാണ്. എന്താണ് അച്ഛൻ എന്താണ് സ്കൂളിൽ എല്ലാ ദിവസവും പോയി കഴിഞ്ഞ് വന്നിട്ട് അത് കാണാൻ ചെന്നിരിക്കും. വന്നിട്ട് അതൊരു തിയറീസ് ഓഫ് സയൻസ് ശാസ്ത്രീയമായ എന്താണ് അതേ സിദ്ധാന്തങ്ങൾ ഇത് പഠിക്കാൻ പിന്നെ ഗോട്ട് ഫ്രം ഹിസ് ഫാദർ തൻ്റെ അച്ഛനിൽ നിന്നാണ് ഇത്രയും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. Second paragraph, his next inspiration came from his teacher Subramaniam Nair. When Dr. Kalam was 10 years old, his teacher was teaching him how the symbols flew in the sky. The young Kalam had many questions in his mind about these birds. When he asked his teacher Subramaniam Nair, took his students to the seaside to show them how these birds flew. Dr. Kalam later said, "This lesson on the flight of the birds give me a purpose in life to fight." എന്താണ് അടുത്തൊരു ഇതെന്ന് പറയുന്നത് എന്താണ് അടുത്തൊരു ഇൻസ്പിറേഷൻ ഒരു അധ്യാപകൻ എന്നാണ്. എന്താണ് സുബ്രഹ്മണ്യം എന്ന ഒരു അധ്യാപകൻ എന്നാണ്. തൻ്റെ ഡോക്ടർ കലാം സാർ 10 വയസ്സുള്ളപ്പോൾ ആ അധ്യാപകൻ എന്ത് ചെയ്തു ഒരു കടലിൽ പറക്കുന്ന പക്ഷികളെ കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കലാം സാറിന് എന്താണ് ഇത് പെട്ടെന്ന് ആ ഒരു മനസ്സിൽ എന്തുകൊണ്ട് വന്നു ഒരുപാട് എങ്ങനെ പറക്കും എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ വന്നപ്പോൾ ഈ അധ്യാപകൻ എന്ത് ചെയ്തു സ്റ്റുഡൻസ് ടു ദ സീ എന്നാണ് ഈ കുട്ടികളെ വിളിച്ച് എവിടെ കൊണ്ടുപോയി കടൽ തീരത്ത് കൊണ്ടുപോയി പഠിപ്പിക്കാൻ കൊടുത്തു. പറക്കുന്നതിനെ കുറിച്ചുള്ളത് പഠിപ്പിക്കാൻ കൊണ്ടുപോയി. പക്ഷികൾ എങ്ങനെ പറക്കുന്നു എന്നുള്ളത് ഉണ്ട്. അപ്പം ഡോക്ടർ കലാം ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ ആ കലാം സാർ പിന്നീട് പറഞ്ഞു എന്താണ് ദിസ് ലിസൺ ഓൺ ദി ഫ്ലൈറ്റ് ഓഫ് ബേർഡ് ഗിവ് മീ എ പർപ്പസ് ഇൻ ലൈഫ്. എന്താണ് പിന്നീട് രാജ്യത്തിന് എന്താണ് അല്ല ആ ഒരു എന്താണ് ഈ സാറിന് ഒരു ലക്ഷ്യം വന്നത് ആ പാഠനത്തിൽ ആ അധ്യാപകൻ പറഞ്ഞു കൊടുത്ത പാഠത്തിന് സാറിന് എന്തൊരു ലക്ഷ്യം വന്നത് പറക്കണം എന്നൊരു ലക്ഷ്യം ആ സാറിന് വന്നത്. അതാണ് ഡോക്ടർ കലാം സാർ അവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് ലിസൺ ഓൺ ദി ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് ഗിവ് മീ എ പർപ്പസ് ഇൻ ലൈഫ് ടു ഫ്ലൈ. നമുക്ക് പറക്കണം, നമുക്ക് ലക്ഷ്യം വേണം, നമുക്ക് ഒരു ലക്ഷ്യം വേണ്ടേ, നമുക്ക് പറക്കണം. അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം സാറിന് ആ ഒരു പാഠത്തിൽ നിന്നാണ് സാറിന് അത് മനസ്സിലാക്കി എടുത്തത്. After completing his school education, he moved to Trichinopoli in 1954 to graduate in physics from St. Joseph College. Then he went on to study aerospace engineering in Madras in 1955. At that point in time, he wanted to become a fighter pilot, but this dream remained unachieved. When he applied to become a pilot, there was only 9 seats and he was the 10th one. Though later as the president of the country, he became the head of the armed force, air force and the navy. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? തൻ്റെ സ്കൂൾ ജീവിതം കംപ്ലീറ്റ് ആയ ശേഷം സാർ ഇവിടെ പോയി ക്രിസ്ത്യൻ പള്ളിയിലേക്ക് മാറി. ക്രിസ്ത്യൻ പള്ളിയിലേക്ക് മാറി. എന്നിട്ട് അവിടെ എന്താണ് എന്താണ് ഒരു ഫിസിക്സിൽ സയൻറ്റിഫിക് ഒരു ഗ്രാജുവേഷൻ എടുത്തു. ഇവിടെ സെൻറ്റ് ജോസഫ് കോളേജ് എന്ന് പറഞ്ഞ അവിടെ നമ്മൾ ബിരുദം നേടിയ ശേഷം എന്താണ് ഭൗതിക ശാസ്ത്രത്തിന് ബിരുദം നേടിയ ശേഷം ഇവിടെ പിന്നെ അടുത്ത് എന്താണ് എയർസ്പേസ് എഞ്ചിനീയറിംഗ് മദ്രാസ് 1955 അദ്ദേഹം മദ്രാസ് എയർഫോഴ്സ് എഞ്ചിനീയറിംഗിൽ പഠിച്ചു. ഇവിടെ 1955 എയർസ്പേസ് എഞ്ചിനീയറിംഗ് മദ്രാസിലാണ് പഠിച്ചത്. അറ്റ് ദാറ്റ് പോയിന്റ് ടൈം ഈ വസാർക്കെന്നാണ് അദ്ദേഹത്തിന് അപ്പം പെട്ടെന്ന് എന്താണ് ഫൈറ്റർ പൈലറ്റ് ആവാനൊരു മോഹം വന്നു. അപ്പം എന്തോ ചെയ്തു ആ സ്വപ്നം പക്ഷേ സാധിക്കാൻ പറ്റിയില്ല. കാരണം എന്താണ് ഇതിനെന്താണ് ദേവാസ് ഉള്ളി 9 സീറ്റ് 9 സീറ്റുള്ളൂ. സാറ് 10ാമത്തെ സീറ്റായിരുന്നു. അപ്പം ഇതിന് 9 സീറ്റ് പക്ഷെ ആ ആഗ്രഹം നിറവേറാൻ പറ്റും. പക്ഷെ എന്താണ് പിന്നീട് എന്താണ്
രാജ്യത്തിൻ്റെ ഒരു പ്രസിഡന്റ് അല്ലേ, രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയെങ്കിൽ എന്താണ് ആർമിയുടെ ഫേസിലും എയർഫോഴ്സിലും ഒക്കെ നാവികയിലും ഒക്കെ നേവിയിലും എന്താണ് അദ്ദേഹം തലവനായി മാറുകയും ചെയ്തു. അടുത്ത ഹിസ് അസോസിയേഷൻ വിത്ത് മിസൈൽസ് ആൻഡ് റോക്കറ്റ് സ്റ്റാർട്ടഡ് വെൻ ഹി ജോയിൻഡ് ദ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO 1960. After graduating from the Madras Institute of Technology, he started his career by designing a helicopter for the Indian Army. Indian Army Madras Institute of Technology നിന്നും ബിരുദം നേടിയ ശേഷം 1960 ഡിഫൻസ് റിസർച്ച് സെന്ററിൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ ചേർന്നതോടെയാണ് എന്താണ് മിസൈലിനെയും റോക്കറ്റിനെയും കുറിച്ച് അദ്ദേഹം സ്വന്തം ബന്ധം ആരംഭിച്ചത്. ഇന്ത്യൻ സൈന്യത്തിൽ എന്താണ് he started his career by designing a helicopter for the Indian Army. ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഒരു ഹെലികോപ്റ്റർ രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിക്കുന്നത്. He then joined the Indian National Committee for Space Research INCOSPAR as a rocket engineer. It is here that he got a chance to work under the tutelage of the great space scientist Dr. Vikram Subrahmanyam. എന്താണ് താനാണ് പിന്നെ അടുത്ത എന്താണ് ജോയിൻ ചെയ്തത് ഡോക്ടർ കലാം. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റോക്കറ്റ് എഞ്ചിനീയറിംഗിലോട്ട് ചേർന്ന ശേഷം മഹാനായ ബഹിരാകാശ ശാസ്ത്രജ്ഞനായാണ് ഡോക്ടർ വിക്രം സുബ്രഹ്മണ്യന്റെ ക്ഷണത്തിൽ ഡോക്ടർ കലാം സാറ് അതിനകത്ത് അവസരം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? He was then transferred to the Indian Space Research Organization ISRO in 1969 and was made the project director of India's first satellite launch vehicles SLV-3. Satellite launch vehicles SLV-3. It was transferred to the Indian Space Research Organization ISRO. ISRO എന്താണ്? ISRO എന്താണ്? Indian Space Research Organization. Indian Space Research Organization ISRO. In 1969 I was made the project director of India's first satellite launch vehicles. എന്താണ് തുടർന്ന് എന്താണ് 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിലായിരുന്നു സ്ഥലം മാറ്റപ്പെടുകയും ഇന്ത്യക്ക് ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് വഹിക്കാനുള്ളത് പ്രൊജക്ട് ഡയറക്ടറായി നിയമിക്കുകയും ചെയ്തു. ഇതാണ് തുടർന്ന് എന്ത് ചെയ്ത് 1968 ഇന്ത്യൻ ബഹിരാകാശത്തിന്റെ സ്ഥാപനത്തിലേക്ക് സ്ഥലം മാറ്റം ചെയ്യപ്പെട്ടു. എന്നിട്ട് എന്താണ് അതിനെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ പ്രൊജക്ടറായിട്ട് ഡയറക്ടറായി നിയമിക്കുകയും ചെയ്തു. എന്താണ് ISRO സ്പേസ് റിസർച്ച് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISRO എന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അവിടെ സാറ്റലൈറ്റിന്റെ സൈഡിൽ കാണുമ്പോൾ സാറ്റലൈറ്റിന്റെ ഒരു ചെറിയ മീനിങ് ആണ് അവിടെ കൊടുത്തത്. എന്താണ്? It is an artificial object which is placed in orbit used for military surveillance, communication, mapping, weathering and research. It is launched in the space with the help of a rocket called satellite. Satellite എന്ന് പറയുന്നത് it is an artificial object which is placed in orbit used for military surveillance, communication, mapping, weathering and research. ഒരു ഉപഗ്രഹം വസ്തു സ്ഥാപിച്ചിരിക്കുന്നതും സൈന്യത്തിന്റെ നിരീക്ഷണം, ആശയവിനിമയം, റിപ്പയറിംഗ്, കാലാവസ്ഥയുടെ ഗവേഷണം, അതേപോലെ ഓരോന്ന് ലാബ് വെച്ച് സ്പേസ് ഓഫ് ദ അതിനെയൊക്കെയാണ് എന്താണ് പറയുന്നത് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നു. സാറ്റലൈറ്റ് എന്താണ്? സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ് SLV-3 ഇതാണ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. SLV-3 എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. പാരഗ്രാഫ് വായിക്കാം. He was transferred to the Indian Space Research Organization ISRO in 1969 and was made the project
ഡയറക്ടർ ഓഫ് ഇന്ത്യൻസ് ഫസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച് എന്താണ് തുടർന്ന് 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിലേക്ക് സ്ഥലം മാറ്റുകയും ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസിന്റെ പ്രൊജക്ട് ഡയറക്ടറായി നിയമിക്കുകയും ചെയ്തു. അടുത്ത The years spent at ISRO were the most important years of his life. Here he made many projects and successful progress. ISROയിൽ ചെലവഴിച്ച വർഷങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളായിരുന്നു. ISROയിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ലൈഫായിരുന്നു. Years he spent at ISRO were the most important years of his life. Okay. Here he led many projects and successful progress. എന്താണ് ഇവിടെ അദ്ദേഹം നിരവധി പദ്ധതികൾ വിജയിക്കുകയും വിജയകരമായ പ്രോഗ്രാമുകൾ നേതൃത്വം നൽകുകയും ചെയ്തു. എന്താണ് ഡോക്ടർ APJ പ്രകാരം അത് ചെയ്ത പ്രോജക്റ്റുകളും അതെല്ലാം ഫുൾ സക്സസ്ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ട്. The years he spent at ISRO were the most important years of his life. Here he led many projects and successful programs. And the next in the 1970s, Dr. Kalam directed two projects, namely Project Devil and Project Violet. Under these projects, Dr. Kalam developed ballistic missiles taking guidance from the successful SLV program. In the 1970s, Dr. Kalam Project Devil and Project Violet രണ്ട് പ്രോജക്റ്റുകൾ സംവിധാനം ചെയ്തിരുന്നു 1970. Under this project, Dr. Kalam developed ballistic missiles taking guidance from the successful SLV program. എന്താണ് ഈ പദ്ധതിക്ക് കീഴിൽ വിജയകരമായ SLV പ്രോഗ്രാമിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഡോക്ടർ കലാം ബാലിസ്റ്റിക് മിസൈൽസുകൾ വിസ്മയിച്ചത്. Ballistic missiles is a very powerful missile with a high curved trajectory force or path. എന്നുവെച്ചാൽ വളരെ ശക്തമായ ഒരു മിസൈൽസ് ഉയർന്ന് വളർന്ന പാത കോഴ്സ് അല്ലെങ്കിൽ പാതയെന്ന് പറയും. കോഴ്സോ പാത്ത് കോഴ്സോ പാത്ത് എന്ന് വെച്ചാൽ എന്താ കോഴ്സോ അല്ലെങ്കിൽ അവർ പാത്ത് ബലിസ്റ്റിക് മിസൈൽസ് അത് രണ്ടും ഓർത്ത് വെച്ചേക്കണം. ഏതൊക്കെയാണ് സാറ്റലൈറ്റും ബാലിസ്റ്റിക് മിസൈൽസ്. ഈ രണ്ട് ഭാഗത്ത് പഠിച്ചത് രണ്ടും സാറ്റലൈറ്റ് ആർട്ടിഫിഷ്യൽ ഒബ്ജക്ട് വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ ഓർബിറ്റ് യൂസ്ഡ് ഫോർ മിലിറ്ററി സർവൈലൻസ് കമ്മ്യൂണിക്കേഷൻ മാപ്പിംഗ് വെതറിംഗ് ആൻഡ് റിസർച്ച്. ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ഇൻ സ്പേസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് റോക്കറ്റ് കണ്ട് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അടുത്ത ballistic missiles എന്ന് വെച്ചാൽ very powerful missile with a high curved trajectory and also path എന്ന് പറയും. അപ്പോൾ അത്രയും മനസ്സിലായോ? ഇവിടെ ഇത്രയും പേര് മനസ്സിലായത് എന്താണ്? മറ്റേ ഇന്നിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് he was the transferred to the Indian Space Research Organization. ISRO എന്ന് വെച്ചാൽ Indian Space Research Organization. In 1969, I was made the project director of Indian first satellite launch vehicles. തുടർന്ന് 1969 എന്താണ് ഇന്ത്യൻ ബഹിരാകാശ സ്ഥാപനത്തിലേക്ക് സ്ഥലം മാറ്റപ്പെടുകയും ഇന്ത്യയിൽ ആദ്യത്തെ ഡെവലപ്മെന്റ് എന്താണ് ഡാറ്റ അല്ലേ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ് ആയിട്ട് പ്രൊജക്ട് ഡയറക്ടറായി നിയമിക്കുകയും ചെയ്തു. The years he spent at ISRO were the most important years of his life. Here he did many projects and successful programs. എന്താണ് ISROയിലെ ചെലവഴിച്ച വർഷങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളായിരുന്നു. ഇവിടെ അദ്ദേഹം എന്താണ് നിരവധി പദ്ധതികളും വിജയകരമായി എന്താണ് എല്ലാം സക്സസ്ഫുൾ പ്രൊജക്ട് എല്ലാം നല്ല പ്രോഗ്രാംസ് ആയിട്ട് സക്സസ്ഫുള്ളായി നേതൃത്വം നൽകുകയും ചെയ്തു. In the 1970s, Dr. Kalam directed projects, namely Project Devil and Project Violet. Under this project, Dr. Kalam developed ballistic missiles taking guidance from the successful SLV program. എന്താണ് 1970 എന്താ ഡോക്ടർ കലാം പ്രൊജക്ട് ഡെവലും പ്രൊജക്ട് വയലറ്റിലും രണ്ട് പ്രോജക്റ്റുകൾ സംവിധാനം ചെയ്യുകയും ഈ പദ്ധതിയിൽ കീഴിലുള്ള വിജയകരമാക്കുകയും SLV പ്രോഗ്രാമിൽ നിന്ന് മാർഗനിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഡോക്ടർ കലാം
ബലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തത്. മനസ്സിലായോ? ഇത്രയും പറഞ്ഞ് ഇത്രയും പാരഗ്രാഫ് ഇത്രയും ഇത്രയും വരെ പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായോ? ടീച്ചർ ഒന്നും കൂടെ ആദ്യത്തോട്ട് വായിച്ചു തരാം. അത് ശ്രദ്ധിച്ച് വായിച്ചിട്ട് കേൾക്കുക, നല്ലത് വായിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ 2 മീനിങ്സ് ഏതാണ്? സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസും ബലിസ്റ്റിക് മിസൈൽസും അത് രണ്ടും നോട്ട്ബുക്കിലോട്ട് എഴുതി വെക്കണം. കേട്ടല്ലോ? സാറ്റലൈറ്റ്സും ബലിസ്റ്റിക് മിസൈൽസും. ഓക്കെ, അതിനോട്ട് ഒന്നുകൂടെ വായിച്ചു തരാം. Dr. Kalam's first inspiration towards becoming a satellite came from his father when he was building a boat all by himself. Every day after school, Dr. Kalam would go and watch his father build the boat. Some theories of science become clear by this practical lesson that he got from his father. His next inspiration came from his teacher Subramaniam Nair. When Dr. Kalam was 10 years old, his teacher was teaching him how the circles flew in the sky. The young Kalam had many questions in his mind about these birds. When he asked his teacher, Subramaniam Nair, took his students to this site to show how these birds flew. Dr. Kalam later said, "This lesson on the flight of birds gave me a purpose in life to fly." After completing his school education, he moved to Tripoli in 1954 to graduate in physics from St. Joseph College. Then he went on to study aerospace engineering in Madras in 1955. At that point in time, he wanted to become a fighter pilot, but this dream remained unachieved. When he applied to become a pilot, there were only 9 seats and he was the 10th one. Though that later as the president of the country, he became the head of the Armed Force, Air Force and the Navy. His association with missiles and rockets started when he joined the Defense Research and Development Organization, DRDO, in 1960. After graduating from the Madras Institute of Technology, he started his career by designing a helicopter for the Indian Army. He then joined the Indian National Committee for Space Research as a rocket engineer. It is here that he got a chance to work under the tutelage of the great space satellites Dr. Vikram Sarabhai. He was transferred to the Indian Space Research Organization (ISRO) in 1969 and was later project director of Indian First Satellite Launch Vehicle (SLV). The year he spent at ISRO were the most important years of his life. Here he led many projects and successful programs. In the 1970s, Dr. Kalam directed the project, namely Project Devils and Project Tiger. Under this project, Dr. Kalam developed ballistic missiles taking guidance from the successful SLV. മനസ്സിലായോ? ഇത്രയും വായിച്ച് മനസ്സിലായോ? എല്ലാവരും നല്ലതുപോലെ വായിക്കുക. ആ 2 മീനിങ്സ് നോട്ട്ബുക്കിലോട്ട് എഴുതി വെക്കുക. കേട്ടല്ലോ? നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ ഈ ISRO, SLV സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ്, പിന്നെ DRDO ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതിൻ്റെ അടിഭാഗത്തൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. പിന്നെ ഏതൊക്കെയാണ് 2 പ്രൊജക്ട്സ് ഏതൊക്കെ ചെയ്താൽ അത് ചെറിയ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ ഒരു അണ്ടർലൈൻ ഒക്കെ ചെയ്ത് കൊടുത്ത് നമുക്ക് ഒരു എക്സാം വരുമ്പോൾ പെട്ടെന്നൊന്ന് എടുത്ത് വായിക്കാനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അതിനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധയോടെ നല്ലതുപോലെ വായിക്കുക. എന്താണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഇൻസ്പിറേഷൻ ഫാദറായിരുന്നു. എന്താണ് ബോട്ട് ഉണ്ടാക്കാനും അയാൾക്ക് സ്വന്തമായിട്ട് ബോട്ട് ഉണ്ടാക്കി നിർമ്മിക്കാനും. രണ്ടാമത് അധ്യാപകർ എന്താണ് ഒരു പറക്കാനുള്ള എന്ന് വെച്ചാൽ ഒരു ലക്ഷ്യം, പറന്നു പോകാനുള്ള ഒരു ലക്ഷ്യം. നമുക്കൊരു ലക്ഷ്യം വേണം, ഫ്ലൈ പറക്കാനുള്ള ഒരു ലക്ഷ്യം. നമുക്കൊരു ലക്ഷ്യത്തിലുണ്ട്. സെക്കൻഡ് ഇൻസ്പിറേഷൻ അധ്യാപകനായിരുന്നു. പിന്നെ അദ്ദേഹം എന്താണ് നമ്മുടെ ഡോക്ടർ കലാം അതിൻ്റെ സ്കൂൾ എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞു. സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ ഭൗതികശാസ്ത്രമായി ബിരുദമൊക്കെ നേടി. പിന്നെ ഒരു പൈലറ്റിന് അതിന് ആഗ്രഹം ഉണ്ടായി, പക്ഷെ സാധിക്കാതെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് അതിനുശേഷം അതിൻ്റെ പ്രസിഡൻ്റായി ആർമി ഫോഴ്സസ് ആയിട്ട് പിന്നെ എയർഫോഴ്സ് നേവി ആയിട്ട് അയാൾക്ക് നിൽക്കാൻ പറ്റും. അത് സാറിന് നിൽക്കാൻ പറ്റി. പിന്നെ അതിന് എന്താണ് ആ ഒരു എഡ്യൂക്കേഷൻ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ
ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഗ്രാജുവേറ്റ് ചെയ്യുകയും പിന്നെ അവിടുന്ന് ഹെലികോപ്റ്ററിൽ ഇന്ത്യൻ ആർമിയിലായിട്ട് കാരിയറായിട്ട് നിൽക്കാനും വരികയും ചെയ്തു. അത് എന്താണ് ജോയിൻ ദ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി സ്പേസ് റിസർച്ച് റോക്കറ്റ് എഞ്ചിനീയറിംഗിൽ എന്താ റിസർച്ച് ചെയ്യാൻ ജോയിൻ ചെയ്യുകയും അത് ആരുടെ കീഴിൽ ഡോക്ടർ വിക്രം സർഫായുടെ കീഴിൽ എന്താണ് അത് ചെയ്യുവാനും സാധിച്ചു. അത് എന്താണ് ട്രാൻസ്ഫർ ടു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ISRO 1961 എന്താണ് സ്ഥാനം മാറ്റപ്പെടുകയും തുടർന്ന് 1963 സ്ഥാനം മാറ്റപ്പെടുകയും ആദ്യത്തെ സാറ്റലൈറ്റ് ഇല്ലേ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസിൽ പ്രോജക്റ്റ് ഡയറക്ടറായി നിയമിക്കുകയും ചെയ്തു. പിന്നെന്താണ് ചെയ്ത് നിന്ന സമയം ISRO നിന്നാൽ ഒരുപാട് ലൈഫിൽ ഇമ്പോർട്ടൻറ്റ് ലൈഫായിരുന്നു. നല്ല നല്ല പ്രോഗ്രാംസും സക്സസ്ഫുൾ ആയ പ്രോജക്റ്റുകളും എല്ലാം അദ്ദേഹം ചെയ്യാൻ സാധിച്ചു. പിന്നെന്താ പറയുന്നത് പിന്നെ 1970 ഡോക്ടർ കലാം സാറ് രണ്ട് പ്രൊജക്റ്റ് ചെയ്തത് പ്രൊജക്ട് ഡെവിൾസ് ആൻഡ് പ്രൊജക്ട് വയലൻറ്റ് അതിൻ്റെ എന്താണ് ഡെവലപ്മെൻ്റ് ആയിട്ട് എന്താണ് ബലാസ്റ്റിക് മിസൈൽസിലെ എന്താണ് SMV പ്രോഗ്രാമിൽ നിന്ന് മാർഗനിർദ്ദേശം സ്വീകരിക്കുകയും ഡോക്ടർ കലാം എന്താണ് ബലാസ്റ്റിക് എന്താണ് മിസൈൽസിനെ വികസിപ്പിച്ചെടുക്കുകയും ഒക്കെ ചെയ്തു അല്ലേ. അത്രയാണ് ഇത്രയും ക്ലാസ് പഠിപ്പിച്ചത്. അപ്പോൾ ഇത്രയും മനസ്സിലായോ? നല്ലതുപോലെ നമ്മൾ വായിക്കുക, മനസ്സിലാക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടല്ലോ വിളിച്ച്. ഓക്കെ, അപ്പം നല്ലതുപോലെ ടെക്സ്റ്റ് വായിക്കുക. ടീച്ചർ പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക ടെക്സ്റ്റിൽ. അതുപോലെ തന്നെ മീനിങ്സ് രണ്ട് സാറ്റലൈറ്റിൻ്റെയും ബലിസ്റ്റിക് മിസൈലിൻ്റെ ഒരു മീനിങ്സ് ടോപ്പിക്കിലോട്ട് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.